ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് പലതരത്തിലുള്ള അറബിക് റൈസ് പരിചയമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് നമ്മളെല്ലാവരും പരീക്ഷിച്ചിട്ടുണ്ടാവുക കബ്സയിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം പരീക്ഷിച്ചതും കബ്സയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് സൗദി സ്റ്റൈൽ കബ്സ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ കബ്സ റൈസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം അറബിക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് മല്ലി, പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക്, പിന്നെ 1 ടീസ്പൂണ് പെരുംജീരകം, 1/2 ടീസ്പൂണ് ജീരകം, പിന്നെ കുറച്ച് പട്ട, ഒരു 6, 7 ഗ്രാമ്പു, ഒരു 5 ഏലക്കായ, പിന്നെ 1 ജാതിപത്രി, പിന്നെ 1 സ്റ്റാർ പൂവും, പിന്നെ 2 ബേ ലീഫും, പിന്നെ അരമുറി നാരങ്ങ, ഉണങ്ങിയ നാരങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളകോ അല്ലെങ്കിൽ വറ്റൽ മുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അത് ആഡ് ചെയ്യണില്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം ഓയിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നമുക്ക് നെയ്യും യൂസ് ചെയ്യാം. കുറച്ച് ഫ്ലേവറിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ഇനി നമുക്ക് ഹോൾ സ്പൈസസ് ആയ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു വെളുത്തുള്ളി മുഴുവൻ, ചെറിയൊരു വെളുത്തുള്ളി മുഴുവൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ വരും. ഇതിൻ്റെ ഒപ്പം ആവശ്യമുണ്ടെങ്കിൽ ഇഞ്ചി ഒരു അര കഷ്ണം, ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്താൽ മതിയാകും. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ഉണങ്ങിയ നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ട് വഴന്ന് വന്നു. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂണോളം നമ്മുടെ അറബിക് മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എണ്ണയിൽ. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ചിക്കന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.25 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ എടുക്കുമ്പോൾ തൊലിയോട് കൂടിയുള്ള ചിക്കൻ തന്നെ എടുക്കുക. എനിക്കിപ്പോൾ കിട്ടിയത് തൊലി ഇല്ലാണ്ട് തന്നെ, ഞാനത് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ തൊലി ഇല്ലാണ്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു ഹൈ ഫ്ലെയിമിൽ, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നൊരു കുക്ക് ചെയ്തെടുക്കുക. ഇനി ചിക്കൻ ഒന്ന് വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ്, ഒരു വലിയ തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിതിൽ ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അഥവാ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു 3 വലിയ തക്കാളി, ചെറുതാണെങ്കിൽ ഒരു 4 ഒക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെ ചിക്കൻ ക്യൂബ്സ്, സ്റ്റോക്ക് ഉണ്ടല്ലോ, ക്യൂബ്സ്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വന്നിട്ട് ഞാൻ ഒരു ചിക്കൻ ക്യൂബിൻ്റെ ഒരു പാക്കറ്റ് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ക്യൂബ്സ് ചേർക്കുമ്പോൾ നമ്മൾ ഉപ്പ് എപ്പോഴും ശ്രദ്ധിക്കണം. കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, അതിലും ഉപ്പുണ്ടാകും. ഇത് നന്നായിട്ടൊന്ന് ഈ ചിക്കൻ മസാലയിൽ കിടന്നൊന്ന് ചിക്കനൊന്ന് വെന്ത് വരണം. ആ സമയം നമുക്കിതിലേക്ക് കുറച്ച് ചെറിയൊരു ക്യാരറ്റ് ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ക്യാരറ്റ് ചിരവിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. ഒരു 10 മിനിറ്റ് അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഇപ്പോൾ ചിക്കനിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 7 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ നമുക്ക് ഉപ്പ് പോരാ, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കനെല്ലാം ഇതിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ചിക്കൻ വെന്തിട്ടുണ്ട്. ഉടഞ്ഞു പോണ പോലെ അത്ര വേവിക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ഗ്രില്ല് ചെയ്യണ്ടെന്നുള്ള ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രില്ല് ചെയ്യണത് കൊണ്ട് തന്നെ ഞാൻ ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ സെല്ല ബസ്മതി റൈസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊരു 40 മിനിറ്റ് കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി ചേർത്തതിന് മുന്നായിട്ട് തന്നെ നമുക്കിതിന്ന് കുറച്ച് വെള്ളം എടുത്ത് മാറ്റണം. ഒരു 2 കരണ്ടിയോളം അത്ര മതി ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ആ വെള്ളം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് അരി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കനിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ട് ഒരു 7 കപ്പ് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അഥവാ ബസ്മതി റൈസാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ നമ്മൾ എടുക്കണ അരിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടുണ്ടാകും ഇതിൻ്റെ വ്യത്യാസമൊക്കെ വേവെല്ലാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ നന്നായി തിളച്ച് വെള്ളവും അരിയും ഒരേ ലെവലിൽ എത്തുന്ന സമയത്ത് സിമ്മാക്കിയിട്ട് ഒരു 20 മിനിറ്റ് അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് 20 മിനിറ്റോളം വളരെ ലോ ഫ്ലെയിമിലിട്ട് കുക്കാക്കി എടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അടി പിടിക്കണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി ഞാൻ ഈ മസാല നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് വാട്ടറിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കപ്സ മസാലപ്പൊടിയും പിന്നെ നാരങ്ങയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ചിക്കനിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ എയർ ഫ്രയറിലോ അല്ലെങ്കിൽ ഓവനിലോ വെച്ച് ഗ്രില്ല് ചെയ്യുക. അല്ലെങ്കിൽ പാനിൽ തന്നെ ഒന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാനിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഓൾറെഡി വെന്ത ചിക്കനാണ്. അപ്പോൾ നമുക്ക് പുറമേ ആ ഒരു ഗോൾഡൻ ഒരു ഫ്രൈ ചെയ്തതിൻ്റെ ആ ഒരു ടെക്സ്ചർ വരുന്നത്ര നമ്മൾ തിരിച്ച് മറിച്ചിട്ടിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ ചിലപ്പോൾ കുറച്ച് ഹാർഡായി പോകും ചിക്കൻ. പിന്നെ കരിഞ്ഞും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം തിരിച്ച് മറിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. അപ്പോൾ ചിക്കൻ വേവണ ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്യണ നേരം കൊണ്ട് തന്നെ റൈസും റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നമുക്ക് വേഗം ഗസ്റ്റൊക്കെ വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റൈസ് വെറൈറ്റിയാണ് കേട്ടോ കപ്സ റൈസ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് അതുപോലെ ഇതുപോലെ കുറച്ച് ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തൊക്കെ കാണുമ്പോഴേക്കും കുട്ടികൾക്കും കുറച്ച് കഴിക്കാനും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അപ്പം ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ തിരിച്ചും മറിച്ച് ഈ ഒരു പാകത്തിന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചോറ് റെഡിയായോ നോക്കാം. അപ്പോൾ ചോറ് ഇതുപോലെ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു 95% കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ചോറിൻ്റെ മേലെ നിരത്തി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ബിരിയാണിയൊക്കെ ദമ്മിടുന്ന പോലെ ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതായത് ദോശത്തവിൻ്റെ മേലെ വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി വെച്ച് കൊടുക്കുക. അപ്പോഴായിരിക്കും ചോറ് കുറച്ചും കൂടി ഫ്ലഫി ആയിട്ട് വരിക കേട്ടോ. അതിനാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഒരു 10 മിനിറ്റിന് കഴിഞ്ഞിട്ട് ഞാനത് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് ചോറ് ഒരു ഫോർക്ക് കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടാതെ തന്നെ ചോറ് പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കപ്സ റൈസാണ്. തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ കപ്സ റൈസ് റെഡി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അറബിക് റൈസ് നമ്മുടെ കപ്സ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്തിക്കൊക്കെ യൂസ് ചെയ്യണ ചട്നി യൂസ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.